ഇതൊക്കെയാണ് ഓളം എന്ന് പറയുന്നത്. സമയം ഉണ്ടായിരുന്നെങ്കിൽ, അതായത് ലൈറ്റ് പോകുന്നതിന് മുമ്പ് സമയം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ കുറേ ഫോട്ടോ എടുത്തേനെ. അപ്പോൾ അതിനുള്ള സമയം ഞങ്ങൾക്ക് കുറവായിരിക്കും. ഇതേതാ ഈ സ്ഥലം എന്ന് ഞാൻ പല പ്രാവശ്യം എന്നോട് തന്നെ ചോദിച്ചാണ്. വാർത്താനത്ത് ഏതോ ഒരു ഭാഗത്താണെന്നറിയാം. ഞങ്ങൾ വണ്ടി ഇടയ്ക്ക് നിർത്തി വെച്ച് ചുമ്മാ ഇറങ്ങിയതാണ്. ഇപ്പോൾ പോകുന്ന വഴിയാണ്. കുറേ നല്ല ഷോട്ട്സ് കിട്ടി. ഈ സൺ മിക്കവാറും ഒക്കെ പോയി, എങ്കിലും അതിന് മുമ്പ് 2-3 ഷോട്ടുകൾ കിട്ടുമോ നോക്കാനാണ് ഞങ്ങൾ ആ പാലത്തിനോട്ട് പോകുന്നത്. കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഏതോ ഒരു മരത്തിൻ്റെ മുകളിൽ സൂരജ് ഇപ്പോഴും ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോഴും മരത്തിൻ്റെ മുകളിലാണ്. അവനെ ചാടാം. കാണാം കേട്ടോ, എനിക്കൊക്കെ പോകണം. ഇതൊക്കെ തന്നെ ജീവിതം. ഇതുപോലെ ആടിലും മേടിലും ഒക്കെ കയറി നടക്കുക. വെള്ളത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ വമ്പം പോസ്റ്റ് വേണം. വൈകിട്ട് കുടിക്കണ്ട. ആ പാമ്പൊക്കെ കാണും. അയ്യോ, പാമ്പൊക്കെ കാണും കേട്ടോ, എനിക്ക് വേണം. അപ്പം ഇതാണ് ഇപ്പം നമ്മുടെ വ്യൂ. ഏകദേശം 5:30-6 മണിയായി. 6:30 കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ഏത് കടമാണെന്ന് ഒരു പിടിയില്ല. അതാണ് ഞങ്ങൾ അവിടെ പോയി കുറേ പടം എടുത്തു, കുറേ നല്ല ഷോർട്സ് അതുപോലുള്ള കാര്യങ്ങൾ എടുത്തു. ഞങ്ങൾ തിരിച്ച് നടന്നു പോകുന്ന വഴിയാണ്. ഇപ്പോൾ രാത്രിയാണ്, എങ്കിലും ഒച്ചയൊക്കെ കേട്ടിട്ടൊരു ഫീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ടെൻസ്ഡ് ഫീലിംഗ് ആണ്. എന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒച്ചയൊന്നും നമുക്ക് സാധാരണ വേറെ ഒരിടത്തും കിട്ടാറില്ല. പൂക്കൾ ഞങ്ങൾ ഇച്ചിരി സ്പീഡിലാണ് നടക്കുന്നത്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ദീപം തെളിച്ച് വീട്ടിൽ അമ്മച്ചിമാർ, അതുപോലെ ഒത്തിരി കുറേ നൊസ്റ്റാൾജിക് ഫീലിങ്സ് ഉണ്ട്. അതാണ് നാടിനെക്കുറിച്ച് എപ്പോഴും എനിക്കുള്ള ഒരു ഇഷ്ടം എന്ന് പറഞ്ഞാൽ അതാണ്, ആ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ്. അത് തന്നെ ഇവിടെ വന്നു കഴിയുമ്പോഴേ ഫീലിംഗ് കിട്ടത്തുള്ളൂ. അതെ, ഈ ലോകത്തിൽ ഒത്തിരി സ്ഥലങ്ങളിൽ മലയാളീസ് ഉണ്ട്. അവിടെ നിന്ന് എല്ലാ പ്രാവശ്യവും നിങ്ങൾ തിരിച്ചു വരുമ്പോൾ ഇതുപോലത്തെ കുറേ നൊസ്റ്റാൾജിക് ഫീലിംഗ്സ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന വീഡിയോ അഴുക്കാണ്, കാരണം ഇവിടെ ഇരുട്ടാണ്. ഞങ്ങൾക്കത് മാറ്റാൻ പറ്റത്തില്ല. എഡിറ്റ് ചെയ്തിച്ചിരിയൊക്കെ മാറ്റാം, പക്ഷേ എങ്കിൽ പോലും അപ്പോൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇതുപോലത്തെ ഓസം വീഡിയോസൊക്കെ കിട്ടത്തുള്ളൂ. സോ ഇന്നൊരു അടിപൊളി ദിവസമായിരുന്നു. അയ്യോ, ഞങ്ങൾ ലോസ്റ്റായി. എവിടെയാണെന്ന് അറിയത്തില്ല. ഏതൊരു സ്ഥലമല്ലേ, ഇനിയിപ്പോൾ ചോദിച്ചു പോകണം. അങ്ങോട്ട് പോയാലും വേറെ കാണണം. ഇതൊക്കെയാണ് പോസ്റ്റ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് റൈറ്റ് എടുക്കണമായിരുന്നു അല്ലേ. ഒരു വീടുണ്ട്, അമ്മച്ചി എത്തി നോക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പോസ്റ്റ് ഇത് വലിയ പോസ്റ്റാണ്. 3 മണിക്കൂറായല്ലടാ, 3 മണിക്കൂറായി നടക്കാൻ തുടങ്ങിയിട്ട്. എവിടെയാണെന്ന് അറിയത്തില്ല. ഞങ്ങൾ കയറാൻ പോയ വഴി കയറിയില്ല, റൈറ്റ് എടുക്കേണ്ടതിടത്ത് റൈറ്റും എടുത്തില്ല. ഇപ്പം ഞങ്ങൾ ഏതോ ഒരു കപ്പത്തോട്ടത്തിൽ എവിടെയോ കയറി. കപ്പത്തോട്ടത്തിലാകുമ്പം പാമ്പൊന്നും കാണത്തില്ല. ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇരിക്കുകയായിരുന്നു. അവിടെ ഇരുന്നപ്പോൾ എന്തൊക്കെയോ ഒച്ച കേട്ടു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. മടുത്തോളാം നീ. ഇതാണ് കയറ്റമായിരുന്നു ഇങ്ങോട്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഞങ്ങൾ പിന്നെയും ഷോർട്ട് കട്ട് എവിടെയോ കയറി പാളിയെന്ന് തോന്നുന്നു. ഒരു വണ്ടി അവിടെ നിന്ന് വരുന്നുണ്ട്. ആരുടെ വണ്ടിയാണെന്നറിയത്തില്ല. ഇവിടെ നിന്ന് ഓടിപ്പോകുന്നതായിരിക്കും നല്ലത്. ഇന്നോവ. ഞങ്ങളൊരു വണ്ടി വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇന്നോവ ആണ് ഇപ്പോൾ വരുന്നത്. എവിടെയാണെന്നറിയത്തില്ല അവർ. ഇനി വണ്ടി ഒന്നുകൂടെ വിളിക്കാം. വിജരിപ്പിച്ച സ്ഥലമായിരുന്നു. അത് മനസ്സിലാക്കാൻ തരുമോ? ഹരിഹരന്. അതെ, ഈ ഹോസ്റ്റ് ഹൗസിൻ്റെ അത്. പക്ഷെ അതിൻ്റെ ഫസ്റ്റ് പാട്ടായിരുന്നു കുറ്റം. ഹരിഹരനാണ്. ഇനി ഹരിഹരനാണ്. അയ്യോ, എല്ലാ സിനിമയായിരുന്നു. നിങ്ങളിതുവരെ ഇനി ഹരിഹരനഗർ കണ്ടിട്ടില്ലെങ്കിൽ കാണുക. പഴയൊരു ഫീലിംഗ് ആണ് എങ്കിൽ പോലും നിങ്ങൾ കണ്ടു കാണും. ഉറപ്പായിട്ടും നിങ്ങൾ മലയാളിയാണെങ്കിൽ നിങ്ങൾ ആ സിനിമ കണ്ടു കാണും. കാക്ക കൂറിയെന്ന് പറഞ്ഞില്ല, അതിലുണ്ട്. ഞങ്ങൾ ഇതിൻ്റെ അപ്ഡേറ്റ് പിന്നെ അറിയിക്കുന്നതാണ്. ഞങ്ങൾ അവസാനം വീട്ടിൽ വന്നു. സമയം എത്രയാടാ? 1 മണിയോ 2 മണിയായി. അപ്പോൾ നിങ്ങൾ ഓർത്തോളം ഇല്ലോ വരാൻ ഏകദേശം 3 മണിക്കൂർ താമസിച്ചു. അവർ കണ്ടുപിടിച്ച് വരാനായിട്ട് താമസിച്ചു. സോ
ഇനിയിപ്പോൾ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോസ് ഇപ്പോൾ എഡിറ്റ് ചെയ്യണം. അതാണ് ഇപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ തുടങ്ങാൻ പോവുകയാണ് കുറച്ച് നേരം കഴിയുമ്പോൾ. അത് നിങ്ങളെ കാണുന്ന സമയം ഇച്ചിരി താമസിച്ചായിരിക്കും. കാരണം അതിന് പുറകിലുള്ള വീഡിയോസിൻ്റെ വ്ലോഗ്സിൻ്റെ എക്സ്ട്രാസും ബാക്കി കാര്യങ്ങളും പിന്നെ ഇടുന്നതാണ്. സോ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഗൈസ്.